ഇന്ന് CBM എന്റർപ്രൈസസ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്തു. ക്ലിപ്പി സാൻഡ് എന്ന് പറയുന്നതിനെ CBM എന്റർപ്രൈസസിന്റെ കീഴിൽ കൊണ്ടുവന്നു. എങ്ങനെയായിരുന്നു അത്? CBM എന്റർപ്രൈസിന്റെ കീഴിലേക്ക് കൊണ്ടുവരാൻ കാരണം, അപ്പോൾ ആദ്യം ഞാൻ സ്വന്തമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു യൂണിറ്റും കാര്യമാകുമ്പോൾ സ്വന്തം എല്ലാം മേക്കപ്പ് ചെയ്യാനും എല്ലായിടത്തും ഓടിയെത്താനും, ഓഫീസുകളിൽ പോകണം, സെയിൽ ടാക്സിൻ്റെ പോകണം, ജിയോളജീൻ്റെ കൂടെ പോകണം, ഇതിങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുക. ഒരു ലൈസൻസ് തന്നു എന്ന് ചോദിച്ചാൽ തീർന്നിട്ടില്ല. അത് പുതുക്കാൻ പോകണം, ജിയോളജി തീരുമ്പോൾ വാങ്ങണം, അങ്ങനെ ഇതിൻ്റെ ഒക്കെ പുറകെ പോകുന്നു. നമ്മൾ തന്നെ ഓടേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ എനിക്കൊരു വിശ്വസ്തനായ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. വളരെ ചെറുപ്പം മുതലല്ല, ഒരു 14-15 വർഷമേ ഉള്ളൂ പരിചയം. തൃശ്ശൂരിലുള്ള ആളാണ്. അപ്പോൾ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് മനസ്സിലാക്കുന്ന ഒരാൾ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനെയും കൂടി ഒരു ഹെൽപ്പ് ആൾ വേണമല്ലോ, അങ്ങനെ അദ്ദേഹത്തിനെയും കൂടി ഇതിൻ്റെ കൂട്ടിൽ പാർട്ണർഷിപ്പ്, വർക്കിംഗ് പാർട്ണറായിട്ട് കൊടുത്തിരുന്നു. അങ്ങനെയാണ് ഇത് CBM എന്ന് വന്നത്. അതെ അതെ, വളരെയധികം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ CBM ക്ലിപ്പി വൈഫിന്റെ പേര് ബോബി, പാർട്ട്ണറിന്റെ പേര് ബാബു. ബോബിയും അത് ഈക്വലായി. പിന്നെ ബാബുവിന്റെ വൈഫിന്റെ പേരാണ് മറിയം. ഒരു ഫാമിലി കൺസെപ്റ്റ് ആണ്. ഒരു പാർട്ണർഷിപ്പിലുപരി നമ്മുടെ ഫാമിലിയും കൂടെ ഇതിൽ ആ പേരിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നു. എത്രത്തോളമാണ് നമ്മളെ ഫാമിലിയുടെ സപ്പോർട്ട്? ഫാമിലിയുടെ സപ്പോർട്ട് നല്ല സപ്പോർട്ടാണ്. നന്നായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് ഈ മേഖലയിലേക്ക് വന്നപ്പോൾ എല്ലാവരും ഇത് സാധനം ഉപയോഗിക്കുന്നു, എല്ലായിടത്തും വന്നിട്ടും നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളും. ഇപ്പോൾ ഫാമിലി നന്നായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഫാമിലിയെ കുറിച്ചൊന്ന് പറഞ്ഞു. കുട്ടികൾ? ഫാമിലി എനിക്ക് 2 മക്കളാണ്. മൂത്തയാള് മോള് പേര് സാന്ദ്ര ക്ലിപ്പി, ഇളയാള് മോൻ ക്ലിൻസ് ക്ലിപ്പി. പഠിക്കുന്നു. ഒരാള് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഒരു വിദ്യാഭ്യാസം ചെയ്യുന്നത് ഇവിടെ ഊട്ടിയിലാണ് രണ്ടുപേരും പഠിക്കുന്നത്. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ, കഴിഞ്ഞുപോയ ആ ജീവിത അനുഭവങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ, അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താണ് ഇപ്പോൾ തോന്നാറുള്ളത്? ഇപ്പോൾ നല്ല പോയ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നല്ലൊരു ഇപ്പോഴത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ നല്ല മാനസികമായിട്ട് നല്ലൊരു ഇതുണ്ട്, സംതൃപ്തിയുണ്ട്. അപ്പോൾ അപ്പൻ എത്രത്തോളം ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്? അപ്പനെ കഷ്ടപ്പാടും അപ്പനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങളുടെ ജീവിതം ഫ്രണ്ടിലേക്ക് എല്ലാ മക്കളുടെയും. അവരാണ് അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടും കഠിന പ്രയത്നം തന്നെയാണ് ജീവിതത്തിൽ നമുക്കൊരു പാഠപുസ്തകം. അതാണ് ഒരു വിജയത്തിന്റെ മുന്നോട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. ഇന്നലെ നമ്മൾ കണ്ടു 82ാം ജന്മദിന ആശംസകൾ. അപ്പോൾ അവിടെ പിറന്നാൾ ആഘോഷിക്കാൻ ഒരുപാട് കുടുംബാംഗങ്ങൾ, എല്ലാവരും ഒരു കൂട്ടായ്മ, ഒരു കുടുംബത്തിന്റെ കൂട്ടായ്മ നമുക്ക് കാണാൻ കഴിഞ്ഞു. അത് എല്ലാ വർഷവും ഉണ്ടാവും? എല്ലാ വർഷവും ഞങ്ങൾ ആഘോഷിക്കും. അപ്പോൾ എല്ലാ സഹോദരങ്ങളും ബന്ധുക്കളും അയൽവാസികളും ഒക്കെ കൂടുന്ന ഒരു സെലിബ്രേഷൻ ആണ്. അന്ന് നമ്മൾ ബിസിനസിനോട് വിടയാണല്ലേ? ഫ്രീ ആണ്. അപ്പോൾ എന്ത് സന്തോഷമാണ് ഇന്ന് ക്ലിപ്പി എന്ന ഒരു ആൾ അച്ഛനെ നൽകുന്നത്. ഒരു മകൻ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് പിതാവിന് എന്താണ് നൽകുന്നത്? നമ്മൾ ഇത്രയും വളർന്ന് ഇവിടം വരെ എത്താനുള്ള എല്ലാം അപ്പച്ചനിൽ നിന്ന് തന്നെയാണ് പ്രചോദനം കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ 82 വയസ്സ് എന്നുള്ളത് ഒരു 120 വയസ്സ് വരെയെങ്കിലും ജീവിച്ചിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ വളർച്ചയെ കണ്ടുകൊണ്ടിരിക്കാനെങ്കിലും അത് കണ്ട് സന്തോഷിക്കാനുള്ള ഒരു ഭാഗ്യമെങ്കിലും സർവേശ്വരൻ കൊടുക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആ കാര്യം നമ്മൾ ആ അച്ഛന്റെ മുമ്പിൽ നിന്നാണ് നമുക്ക് വളരേണ്ടത്. അവരുടെ പ്രസൻസ്, അവരുടെ പ്രാർത്ഥന, അവരുടെ അനുഗ്രഹങ്ങൾ ഒക്കെയാണ് നമ്മുടെ വിജയത്തിന്റെ ഒരു പിന്നിലുള്ളത്. ഒരുപാട് കഠിനാധ്വാനം ചെയ്തു, ഇന്ന് ഒരുപാട് പ്രോത്സാഹനങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ വയനാട് ജില്ല താങ്കൾക്ക് നൽകിയിട്ടുള്ള പ്രോത്സാഹനങ്ങൾ? ഇപ്പോൾ കോൺട്രാക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും ഇപ്പോൾ നിൻ്റെ ഈ ഫാക്ടറി കണ്ടിട്ടാണ് ഞങ്ങൾ വർക്ക് വരെ എടുക്കുന്നത് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അത്രയും നമ്മൾ വില കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അവർക്ക്. അല്ലെങ്കിൽ ഇപ്പോൾ പുറത്ത് നിന്ന് ഇത്രയും വില കൊടുത്തിട്ട് സാധനങ്ങളെ കൊണ്ടുവന്നിട്ട് ഒരു വർക്കും തീർക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ പല രീതിയിലും ആൾക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇന്ന് എത്ര തൊഴിലാളികളാണ് കൂടെ? ഇന്ന് 72 പേരോളം കോരി ലോഡിങ്ങുകാർ, വണ്ടികളിൽ എല്ലാമായിട്ട് 72ഓളം തൊഴിലാളികൾ ഇപ്പോൾ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു വ്യവസായത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ് രംഗത്തിൻ്റെ അതിൻ്റെ വിജയത്തിന്, അതിൻ്റെ മുന്നോട്ടുള്ള ഇതിന് വികസനത്തിന് തൊഴിലാളികളുടെ പങ്കെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. എത്രത്തോളമാണ് താങ്കൾ അവരുമായിട്ടുള്ള റിലേഷൻ? ഒരു സ്ഥാപനത്തിൻ്റെ വിജയം തന്നെ തൊഴിലാളികളാണ്. അവരും
ഓണർ തൊഴിലാളി എന്നുള്ളൊരു ഇത് വച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല. എപ്പോഴും നേരെ ഒരു കുടുംബാംഗങ്ങളെ പോലെ കഴിഞ്ഞാലേ ഒരു ഫാക്ടറി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒരു വീടാകുമ്പോൾ അതിൽ ചേട്ടൻ, അനുജൻ, അപ്പൻ, മക്കൾ എന്ന സ്ഥാനം പോലെയാണ് ഒരു കമ്പനി, ഒരു കുടുംബം. അങ്ങനെ ഒത്തൊരുമയിൽ കൂടി പോയെങ്കിൽ മാത്രമേ സ്ഥാപനം വിജയിക്കാൻ കഴിയുള്ളൂ. തൊഴിലാളികളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുതലാളി തൊഴിലാളി എന്നുള്ള സ്റ്റൈലിലേക്ക് പോയി കഴിഞ്ഞില്ലെങ്കിൽ പരാജയമായിരിക്കും. ഇപ്പോഴും കണ്ടുപിടുത്തങ്ങളുടെ പുറകിലാണോ? ഇപ്പോഴും കണ്ടുപിടുത്തത്തിന്റെ പുറകിലാണ്. നമ്മൾ ഒറ്റയ്ക്ക് കാറ് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു, ഇനി എന്തൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മുടെ മനസ്സിൽ തോന്നാറുള്ളത്? പല ആശയങ്ങളും മനസ്സിലേക്ക് വരുന്നുണ്ട്. പക്ഷേ എന്ത് നമ്മൾ മനസ്സിൽ ചിന്തിച്ചാലും അത് ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ കഴിയും. നമുക്ക് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യണം. അത് എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഈ കഴിവ് ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആരും അങ്ങോട്ട് നടക്കില്ലെന്ന് പറഞ്ഞ് പിന്മാറാൻ പാടില്ല. നമ്മളത് എത്ര തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും അത് മുന്നോട്ട് തന്നെ പോകും. അതാണ് വിജയ രഹസ്യം. തീർച്ചയായിട്ടും. ഈ ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഫ്യൂച്ചറിൽ എനിക്ക് ഒരുപാട് സാധനം ചെയ്യാനുള്ള ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്താ പറയുക, സപ്പോർട്ട്, ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് നല്ലൊരു ആവശ്യമാണ്. എന്ത് സാധനങ്ങൾ നമ്മൾ എന്ത് മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് നന്നായിട്ട് ഇതിലേക്ക് വേണം. അല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇപ്പോൾ ഞാനിപ്പോൾ ഈ യൂണിറ്റ് ഞാനിപ്പോൾ ഇത്രയും കാലമായിട്ട് ഒരുപാട് സാധനങ്ങൾ കണ്ടുപിടിക്കും. എനിക്ക് ഇതുവരെ ഗവൺമെൻറ്റിൽ നിന്നൊരു സബ്സിഡി പോലും കിട്ടിയിട്ടില്ല. ഒരു പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണമെങ്കിൽ തന്നെ 1 വർഷം 1.5 വർഷമൊക്കെ വേണം അതിൻ്റെ പുറകെ നടക്കണം. എന്നാലും ഞാൻ തളരാണ്ട് മുന്നോട്ട് പോയി അതെല്ലാം എടുക്കുന്നു. ഇനി ഒരുപാട് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൽ വിജയം ആശംസകളും നേരുന്നു. എന്നും വിദേശികളെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന നമ്മൾ സ്വദേശികളുടെ കഴിവിനെയും കൂടി തിരിച്ചറിയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി പ്രേക്ഷകരോടുള്ള ചോദ്യം ഇതാണ്: ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ഏതാണ്? ഈ ചോദ്യത്തിന് ശരി ഉത്തരം ഇനി പറയുന്ന ഫോൺ നമ്പർ ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484231778 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484231778 അല്ലെങ്കിൽ 83.